പ്രൈസ് ലോർഡ്. വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വാത്സല്യ സഹോദരങ്ങളെ, ഈ മെസ്സേജ് നമ്മുടെ ജീവൻ്റെ വിലയുള്ള മെസ്സേജാണ്. അതുകൊണ്ട് ആരും ഇത് കേൾക്കാതെ പോകരുത്. നിങ്ങളത് കേൾക്കുകയും വേണം. മറ്റുള്ളവർക്ക് നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് ഭാവിയിലത്തേക്ക് സൂക്ഷിച്ചു വയ്ക്കണം. വരും തലമുറയ്ക്ക് ഇതൊരു അനുഗ്രഹമായി തീരും. അതുമാത്രവുമല്ല, നിങ്ങളോട് ആരെങ്കിലും ഇങ്ങനെയുള്ള സംശയങ്ങൾ ചോദിച്ചാൽ ബൈബിൾ വചന അടിസ്ഥാനത്തിൽ വ്യക്തമായിട്ട് നിങ്ങൾ അവർക്കെടുത്ത് കൊടുക്കണം. ഇക്കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ വചനം വായിക്കണം, ബൈബിൾ വചനം വായിക്കണം, അത് ഗ്രഹിക്കണം, അതനുസരിച്ച് ജീവിക്കണം എന്നൊക്കെ പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കൂട്ടർ യേശുവിൻ്റെ നാമം മാത്രം പറഞ്ഞ് സ്നാനപ്പെട്ട് ഇന്നും ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, സഭകളുണ്ട്, ദൈവദാസിദാസന്മാർ, ഒരുപാട് വിശ്വാസികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കണ്ടതുകൊണ്ട് ഞാൻ പലരോടും ചെന്ന് ചോദിച്ചു, ദൈവവേല ചെയ്യുന്ന ദൈവദാസിദാസന്മാരോടൊക്കെ ചോദിച്ചു, ഈ യേശുവിൻ്റെ നാമം മാത്രം പറഞ്ഞ് സ്നാനപ്പെടുന്നവർ നിത്യരാജ്യത്ത് കടന്നു പോകുമോ? അപ്പോൾ ഞാൻ ചോദിച്ച വ്യക്തികൾ എന്നോട് പറഞ്ഞത്, യേശുവിൻ നാമം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് പിതാവും പുത്രനും പരിശുദ്ധനും മൂന്നും കൂടെ ചേർന്നാണ് യേശുവിൻ നാമം. എൻ്റെ സഹോദരങ്ങളെ, ഇങ്ങനെ പറഞ്ഞ് നിങ്ങളെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ച് സ്നാനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ആ ഒരു വിശ്വാസത്തിൽ നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നുവെങ്കിൽ, ദയവായി ഇന്ന് പകൽ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾ മടങ്ങി വരിക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോസ്തലന്മാരെക്കാളും വലുതാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിൻ്റെ തിരുവചനം, ആ വചനത്തെ മാറ്റുവാൻ ഒരു അപ്പോസ്തലന് കഴിയുകയില്ല. അപ്പോൾ ആ ഒരു സത്യത്തെ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തിയിൽ പൗലോസ് ചോദിക്കുകയാണ്, നിങ്ങൾ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? വിശ്വസിച്ചിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അപ്പോസ്തല പ്രവൃത്തി 19:2. അപ്പോൾ എന്താണ് അവർ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പോൾ ചോദിച്ചു, നിങ്ങളുടെ സ്നാനം എന്താണ്? അത് യോഹന്നാൻ്റെ മാനസാന്തര സ്നാനം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 19:6 പൗലോസ് കൈവച്ചപ്പോൾ പരിശുദ്ധൻ അവരുടെ മേൽ വന്നു, വിശ്വസിച്ചവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിച്ചു. പിന്നെ അവർ ശക്തമായിട്ട് ശുശ്രൂഷിക്കുന്നത് അവിടെ കാണുവാനായി കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവ്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടണമെന്ന് മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായം 19-ാമത്തെ തിരുവചനം പറയുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവൻ. എൻ്റെ സ്നേഹിതരെ, ബൈബിൾ വചനം, ദൈവത്തിൻ്റെ കൽപ്പന വളരെ വ്യക്തമായി സ്പഷ്ടമായി നമ്മുടെ കണ്ണിന് മുൻപിലിരിക്കെ നമ്മളെ ചതിക്കുന്നത് ആരാണ്? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും യേശുവിൻ നാമത്തിൽ സ്നാനപ്പെട്ടവരാണെങ്കിൽ, ഇന്ന് പകൽ തിരുവചനം നിങ്ങൾ ഗ്രഹിക്കുക. അതിനായി പരിശുദ്ധാത്മ നിങ്ങളെ ആത്മീയ കണ്ണുകളെ തുറക്കട്ടെ. ഇന്ന് തന്നെ നിങ്ങളെ സ്നാനപ്പെടുത്തിയ ദൈവദാസനോട് നിങ്ങൾ ചോദിക്കുക, ഈ വചനം നിങ്ങൾ ചോദിക്കുക. അപ്പോസ്തലനാണോ വലുത്? യേശു ക്രിസ്തുവാണോ വലുത്? നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ തകർന്നത്, നമുക്ക് വേണ്ടി മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, പിന്നെയും 40 ദിവസം ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ച് ഇന്ന് നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് മധ്യസ്ഥനാക്കുന്നതും നമ്മെ ചേർക്കുവാൻ, രക്ഷിക്കപ്പെട്ട ജനത്തെ വീണ്ടും ചേർക്കുവാൻ വരുന്നത് യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് നമ്മൾ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കണമോ? അപ്പോസ്തലൻ പറഞ്ഞത് വിശ്വസിക്കണമോ? ഹല്ലേലൂയ. എന്നാൽ ഒരിക്കലും അവർ യേശുവിൻ നാമത്തിൽ സ്നാനപ്പെടുത്തിയിട്ടില്ല. അന്ന് യേശുവിൻ്റെ നാമത്തോട് അവർക്ക് മറ്റുള്ളവർ, യഹൂദന്മാർ ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് യേശുവിൻ്റെ നാമം എടുത്തു പറഞ്ഞത്. അല്ലാതെ ഒരിക്കലും അപ്പോസ്തലന്മാർ യേശുവിൻ്റെ നാമം മാത്രം പറഞ്ഞ് സ്നാനപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം വായിക്കുക, വചനം ഗ്രഹിക്കുക. നിങ്ങളെ ആരും ചതിക്കരുത്, നിങ്ങളെ ആരും തെറ്റിക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. ഒത്തിരി ഭാരത്തോടെ, ഒത്തിരി നാളുകൾ കൊണ്ട്, വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ ഒരു മെസ്സേജ് ഇടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ പലപ്പോഴും ഞാൻ അത് അങ്ങനെ ഇടണ്ട എന്നങ്ങ് കരുതി. പക്ഷേ ഈ വചനം പിന്നെയും എന്നോട് സംസാരിച്ചത് കൊണ്ട് ഇനിയും കുറേ പേര് ഈ ഒരു തെറ്റായ രീതിയിലുള്ള സ്നാനത്തിൽ ജീവിക്കുന്നവരുണ്ട്. കർത്താവ് വരും, എനിക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഉപവാസവും പ്രാർത്ഥനയായിട്ടൊക്കെ നടക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള നിങ്ങൾ ഒരിക്കലും നശിച്ചു പോലും തെറ്റിപ്പോകരുത്. അതുകൊണ്ട് സ്നാനപ്പെടേണ്ടത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ സ്നാനപ്പെടണം. നിങ്ങൾ യേശുവിൻ നാമത്തിൽ സ്നാനപ്പെട്ടവരാണെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ വാക്കല്ല, കർത്താവിൻ്റെ വാക്ക്, യേശുപ്പച്ചൻ്റെ കൽപ്പനയാണ്.
പറയുകയാണ്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഒരു ദൈവദാസൻ്റെ കൈക്കീഴിൽ നിങ്ങൾ സ്നാനപ്പെടുക, പരിശുദ്ധാത്മാവ് പ്രാപിക്കുക, സകല ജാതികളോടും പോയി പറയുക. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എല്ലാവരെയും അതിനായി സഹായിക്കട്ടെ. അങ്ങനെ ചെയ്യാത്തവരെ പരിശുദ്ധാത്മാവിനെ സഹായിക്കട്ടെ. നിങ്ങളിത് ഗ്രഹിക്കുക. ഈ വീഡിയോ മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളത് സൂക്ഷിച്ചു വയ്ക്കുക. അനേകരോട് ഈ വചനം പറയണം. അപ്പോസ്തലനെക്കാളും വലുത് യേശു ക്രിസ്തു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ നൈസ് ഡേ.